നമസ്കാരം, എല്ലാവർക്കും ഡോക്ടർ ഫ്രണ്ടിലേക്ക് സുസ്വാഗതം. മുടി മലയാളികളുടെ ഒരു വീക്ക്നെസ് ആണല്ലേ. മുടിയിലുള്ള സൗന്ദര്യം, മുടിയുള്ള പെൺകുട്ടി നമ്മുടെ എല്ലാവരുടെയും ശാലീന സൗന്ദര്യ സങ്കല്പത്തിലുള്ള അവിഭാജ്യ ഘടകമാണ്. അപ്പോൾ മുടിയിലൊരു ചെറിയ നര കണ്ടു കഴിഞ്ഞാലോ, അല്ല മുടി ചെറുതായിട്ട് നരയ്ക്കുന്നുണ്ടല്ലേ, ചെറിയൊരു വെള്ള നര മുടികൾക്കിടയിലൂടെ വന്നപ്പോൾ കുറച്ച് ടെൻഷനായോ? അതെ, പ്രീമച്വർ ഹെയർ ഗ്രേയിങ്, മുടി പ്രായത്തിന് മുന്നേ നരയ്ക്കുന്ന കണ്ടീഷൻ. അത് എപ്പോൾ? 20 വയസ്സിന് മുന്നേ, അല്ലെങ്കിൽ 23-25 വയസ്സിനൊക്കെ മുന്നേ മുടി നരയ്ക്കുന്ന ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ് വരുന്നത് അറിയാമോ? ഇത് നമ്മുടെ ശരീരത്തിൽ മെലനോസൈറ്റ് എന്ന് പറയുന്ന കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മെലാനിൻ എന്ന പദാർത്ഥം, അതാണ് നമ്മുടെ മുടിക്ക് കറുത്ത നിറം നൽകുന്നത്. അപ്പോൾ ഈ മെലനോസൈറ്റ്സിൽ നിന്ന് വരുന്ന മെലാനിൻ നമ്മുടെ കറുത്ത നിറം എവിടെയൊക്കെ നൽകുന്നു? മുടിയിൽ, കണ്ണിൽ, താടി, മീശ എന്നീ രോമകൂപങ്ങളിലെല്ലാം ഈ നിറം നൽകുന്നു. അപ്പോൾ ഇതിൻ്റെ വർധനവ് അല്ലെങ്കിൽ കുറവിനനുസരിച്ച് ഇവയുടെ നിറം മാറുന്നു. അപ്പോൾ ഈ മെലാനിൻ 2 തരത്തിലുണ്ട്, യു മെലാനിൻ, ഫിയോ മെലാനിൻ. യു മെലാനിനാണ് നമുക്ക് കൂടുതലെങ്കിൽ നമ്മുടെ മുടി നല്ല കറുത്തതോ അല്ലെങ്കിൽ ബ്രൗൺ നിറവുമായിരിക്കും. ഫിയോ മെലാനിനാണെങ്കിൽ അതിനനുസരിച്ച് ലൈറ്റ് ആയിട്ടുള്ള കളറിലേക്ക് വരും. ശരി, എന്താണ് കാരണം? എന്തൊക്കെ കാരണങ്ങളാണ് വരാനുള്ളത്? പ്രധാനമായിട്ടുള്ള കാരണം പാരമ്പര്യമായിട്ട് വന്നേക്കാം. പാരമ്പര്യമായിട്ട് വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെൻറ്റ് അത്രത്തോളം ഫലപ്രദമായെന്ന് വരില്ല. പിന്നെ എന്തുകൊണ്ടൊക്കെ വരാം? ഡെഫിഷ്യൻസി. അതെ, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ എന്തെങ്കിലും പോരായ്കകളുണ്ടെങ്കിൽ, ശരിയായ രീതിയിലല്ല നമ്മൾ ആഹാരക്രമമെങ്കിൽ നമുക്ക് ഇത് വന്നേക്കാം. എന്തൊക്കെ കുറവ് വരാം? കാൽഷ്യം, വിറ്റാമിൻ B12, അയേൺ, കോപ്പർ എന്നീ തുടങ്ങിയ മിനറൽസ് നമ്മുടെ ശരീരത്തിൽ കുറവുണ്ടെങ്കിൽ നമുക്കിത് വന്നേക്കാം. പിന്നെ വിറ്റാമിൻ D ഇവയുടെ കുറവും നമുക്ക് ഈ ഒരു നര, ബാലനര എന്നൊക്കെ പറയുന്നത് വന്നേക്കാം. പിന്നെ എന്ത് വരും? സ്ട്രെസ്, ടെൻഷൻ, നമ്മുടെ അധികമായിട്ടുള്ള മാനസിക സമ്മർദ്ദവും നമ്മളെ ഇതിലേക്ക് തള്ളിവിട്ടേക്കാം. പിന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ, നമ്മുടെ ശരീരത്തിന് തന്നെയുള്ള പ്രതിരോധ ശക്തി നമുക്കെതിരെയായി തിരിഞ്ഞു വരുന്ന അസുഖങ്ങളിലും ഇത് കാണാറുണ്ട്. ചില തൈറോയിഡ് രോഗങ്ങളിലും നമുക്ക് ഈ പ്രീമച്വർ ഹെയർ ഗ്രേയിങ് നമുക്ക് കാണാറുണ്ട്. പിന്നെ എന്തിലൊക്കെ കാണാം? പിന്നെ നമ്മുടെ ചുറ്റിലും കാണാൻ പറ്റുന്ന പൊല്യൂഷൻ, മലിനീകരണം നമുക്ക് ഭയങ്കര കൂടുതലാണ് അല്ലേ. വാഹനങ്ങളൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വന്നേക്കാം. പിന്നെ നമുക്ക് കൂടുതലായിട്ട് വരുന്നത് എന്തെങ്കിലും ഡ്രഗ്സ് അതായത് കൂടുതൽ എന്തെങ്കിലും സബ്സ്റ്റൻസ് ആയിട്ടുള്ള കെമിക്കൽസൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരുപാട് വേണ്ടാത്ത ഷാംപൂ, ഹെയർ കളറിങ്, ഹെയർ ഡൈ ഇതൊക്കെയുള്ള അമിതമായിട്ടുള്ള ഉപയോഗവും ഇതിന് കാരണമായേക്കാം. ഇപ്പോൾ ചില ആളുകൾ ഇങ്ങനെ നര കാണുമ്പോൾ തന്നെ ഹെയർ കളർ ചെയ്ത് അതിനെ വേറൊരു രീതിയിലേക്ക് മാറ്റാറൊക്കെ ഉണ്ട്. പക്ഷേ നാച്ചുറലായിട്ട് വരുന്ന മുടി അത് നാച്ചുറലായിട്ട് തന്നെ ഇരിക്കുക അല്ലേ. അപ്പോൾ ഇതിന് എന്ത് ചെയ്യാൻ സാധിക്കും? ട്രീറ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞതുപോലെ ജനറ്റിക് ആണെങ്കിൽ, റീസണെങ്കിൽ നമുക്ക് ഫലപ്രദമാകാനുള്ള സാധ്യത കുറവായിരിക്കും. അല്ലാത്ത പക്ഷം കാരണം കൃത്യമായി കണ്ടുപിടിച്ച് അതിനെ പ്രതിരോധിക്കാനുള്ള രീതികളും മാർഗങ്ങളും അവലംബിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് രക്ഷ നേടാൻ പറ്റും. പക്ഷേ ഭക്ഷണ രീതി, നമ്മുടെ ജീവിത രീതി മാറ്റുന്നത് പ്രധാനമാണ്. എന്തൊക്കെ മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാലും ഇവ മാറ്റാതെ നമുക്ക് ഒരു തരത്തിലുള്ള രക്ഷയേ ഇല്ല. അപ്പോൾ എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാം? പാല്, ചീസ്, ഇത് വിറ്റാമിൻ B12ൻ്റെയും കാൽഷ്യത്തിൻ്റെയും കലവറയാണെന്ന് നമുക്കറിയാം. അതുപോലെ മുട്ട, ഇപ്പോൾ വെജിറ്റേറിയൻസ് ആണെങ്കിൽ പംകിൻ്റെ സീഡ്, ഇപ്പോൾ അതുപോലെ കുമ്പളങ്ങ ജ്യൂസ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിപ്പോൾ കുടിക്കാറുണ്ട്, അത് വളരെ നല്ലതാണ്. പിന്നെ കഴിക്കാൻ പറ്റുന്നത് നെല്ലിക്ക, അതുപോലെ കളർഫുൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇപ്പോൾ ക്യാരറ്റ്, മാംഗോ, ഓറഞ്ച് ഒക്കെ വളരെ നല്ലതാണ്. പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നത് കൂടുതൽ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, പച്ച ഇലകൾ ധാരാളമായിട്ട് തോരൻ വെച്ചിട്ടോ റോ ആയിട്ടോ കഴിക്കാം. പിന്നെ മഷ്റൂംസ് നന്നായിട്ട് കഴിക്കാം. പിന്നെ ലെൻറ്റിസ് കഴിക്കാം. പിന്നെ ഈ മുളപ്പിച്ച ചെറുപയർ വർഗ്ഗങ്ങൾ ധാരാളമായിട്ട് കഴിക്കുക. ചെറുപയറെന്നല്ല, വൻപയറായാലും പയർ വർഗ്ഗങ്ങൾ മുളപ്പിച്ച് കഴിക്കുന്നത് നല്ലതാണ്. നേന്ത്രപ്പഴം നല്ലതാണ്. ഫിഗ് നല്ലതാണ്. ഇത്രയും കാര്യങ്ങളും ശ്രദ്ധിച്ച് ശരിയായ ജീവിത രീതിയും കൃത്യമായ ഹൈജീനിക്കും ആയിട്ടൊക്കെ മുന്നോട്ടേക്ക് പോവുകയും ആവശ്യത്തിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ഒപ്പം ധാരാളം വെള്ളം കുടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് നമുക്ക് വേഗത്തിൽ മോചനം നേടാൻ സാധിക്കും. അപ്പോൾ സ്റ്റേ ഹെൽത്തി ആൻഡ് സ്റ്റേ ഹാപ്പി. താങ്ക് യു.